വെൽക്കം ടു സൈ ഹൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് BRIC ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകിച്ചിട്ട് നൽകുന്ന ഒരു അപ്രന്റൈസ്ഷിപ്പാണ്. അതും ഓരോരോ ഇയറും കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു അപ്രന്റൈസ്ഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു സൈ ഹൈ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ന്യൂസും റീസെന്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ന്യൂസ് അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് സ്റ്റൈപ്പൻഡോട് കൂടെയുള്ള അതും ഫ്രീ സർട്ടിഫിക്കറ്റും കാര്യങ്ങളോട് ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ സ്കിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. സോ കറണ്ട് ഓപ്പണിംഗ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു അപ്രന്റൈസ്ഷിപ്പാണ്. സോ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ഡീറ്റെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു PDF ഫോമാറ്റാണ് കിട്ടുന്നത്. സോ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റൈസ്ഷിപ്പ് നോട്ടീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് നടക്കുന്നത് ബ്രിക്കിന്റെ ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫരീദാബാദിലായിരിക്കും ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതും ഇന്ത്യയിൽ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫരീദാബാദിലുള്ളത്. സോ സയൻസ് സ്റ്റുഡൻസിനൊക്കെ ഡിഫറെന്റ് ആയിട്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech MTech പോലുള്ള സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രന്റൈസ്ഷിപ്പ് പ്രോഗ്രാമാണ്. അതും സയൻസ് മാത്രമല്ല, ടെക്നോളജി ആസ് വെൽ ആസ് വരുന്ന ഒരു പ്രോഗ്രാം കൂടെയാണ്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക്, ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് നോക്കാം. അതുപോലെ നെയിം ഓഫ് ദ ട്രേഡ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ഇവർ ഈ ഒരു അപ്രന്റൈസ്ഷിപ്പ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ്, സ്റ്റൈപ്പൻഡ് എത്രയാണ്, അതുപോലെ തന്നെ എത്ര ഇൻടേക്ക് ആണ്, എത്ര ഡ്യൂറേഷൻ ടൈം പീരീഡിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എല്ലാം തന്നിട്ടുണ്ട്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ബയോടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് 4 ഡിപ്പാർട്ട്മെന്റാണ് ഇപ്രാവശ്യത്തെ ഒരു അപ്രന്റൈസ്ഷിപ്പ് നൽകുന്നത്. സോ എല്ലാ ഇയർ ഈ ഒരു അപ്രന്റൈസ്ഷിപ്പ് നൽകുന്നതാണ്. അതുപോലെ തന്നെ വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ തന്നെ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. സംടൈം 6 month ആയിരിക്കും, അല്ലെങ്കിൽ 1 year പ്രോഗ്രാം ആയിട്ട് വരാറുണ്ട്. സോ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഒരു അപ്രന്റൈസിന്റെ ഒരു ഇന്റേൺ ആയിട്ട് എടുക്കുന്നതിന് സോ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BTech, BE, BSc ഇൻ ലൈഫ് സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അല്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നത്. സോ ടോട്ടൽ ഇൻടേക്ക് എന്ന് പറയുന്നത് 5 ആണ്. പെർ മന്ത് 9,000 rupees ആണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് വരുന്നത്. 1 year പ്രോഗ്രാമാണ്. ഈ ഒരു 4 ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് ഒരു 1 year പ്രോഗ്രാമാണ്. അതേപോലെ ഇൻഫോർമേഷൻ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ IT, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ അലൈഡ് കോഴ്സസ് ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിപ്ലോമ സ്റ്റുഡൻസ് ഒക്കെ IT ഡിപ്ലോമ എടുത്തവരും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ അലൈഡ് സബ്ജക്ട്സ് ഒക്കെ ഡിപ്ലോമ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. സോ അതിന് 2 കാറ്റഗറി, ഗ്രാജുവേഷന് ഡിപ്ലോമ ചെയ്തവർക്ക് 2 ടൈപ്പ് ഓഫ് സ്റ്റൈപ്പൻഡ് ആണ് നൽകുന്നത്. സോ ടോട്ടൽ ഇന്റേൺസിന് എടുക്കുന്നത് 2 ആണ് ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റൈപ്പൻഡ് മന്ത്ലി 9,000 rupees ഫോർ ഗ്രാജുവേറ്റ് ആൻഡ് 8,000 rupees ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. 1 year പ്രോഗ്രാമിനാണ്. സിവിൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ അലൈഡ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ ഓർ അലൈഡ് സബ്ജക്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു ടോട്ടൽ 1 ആണ് ആ ഒരു പോസ്റ്റ് വേക്കൻസി അവർ കൊടുക്കുന്നത്. അതുപോലെ 9,000 rupees ഫോർ ഗ്രാജുവേറ്റ്സ് ആൻഡ് 8,000 rupees ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ് പെർ മന്ത് കൊടുക്കുന്നത്. 1 year പ്രോഗ്രാമാണ്. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് എക്യുപ്മെന്റ് മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒറ്റ വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത് അപ്രന്റൈസിന്. അതുപോലെ 9,000 rupees ഫോർ ഗ്രാജുവേറ്റ് ആൻഡ് 8,000 rupees ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റായിട്ട് ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതുപോലെ ഓൾറെഡി നിങ്ങൾ ഈ ഒരു പോർട്ടലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നും രജിസ്റ്റർ ചെയ്തവരൊക്കെ ആണെങ്കിൽ അതിന് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് പാസ്വേഡ്
ഓൾറെഡി റീസെറ്റ് ചെയ്തിട്ട് മാത്രം ഈ ഓൾഡ് വെബ്സൈറ്റ് യൂസ് ചെയ്ത ആൾക്കാരോടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. കാറ്റഗറി എ, കാറ്റഗറി ബി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ, സൈൻ ഇൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോമാറ്റിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ കാറ്റഗറി സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എൻറോൾമെന്റ് ഫോർ ദ കാൻഡിഡേറ്റ് ഹു ആർ നോട്ട് ഫാർ എൻറോൾഡ് ഇൻ ബോത്ത് ദ നാഷണൽ വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. സോ ഓൾഡ് പോർട്ടലുണ്ട്, ന്യൂ പോർട്ടലുണ്ട്. സോ ഫസ്റ്റ് ടൈം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ട് എൻറോൾ ചെയ്യുക, അതുപോലെ പാസ്വേഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ആണ് ന്യൂ ആണ് വെബ്സൈറ്റ്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റസ് അപ്ലൈഡ് എന്ന് കാണിക്കുന്നത് വരെ ആ ഒരു അതോടെയാണ് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. സോ അതുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ്, അതുപോലെ ആധാർ, ബാങ്ക് പാസ്ബുക്ക്, ഡിപ്ലോമ ഡിഗ്രീൻ്റെ എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മാൻഡേറ്ററി ആണ്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. സോ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. സോ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്നത്. സോ കാൻഡിഡേറ്റ്സിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത എക്സാംസ്, ഗ്രാജുവേഷൻ, ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നത്. അതുപോലെ 55% മാർക്ക് അറ്റ്ലീസ്റ്റ് വേണമെന്നും പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിരുന്ന CGPA എന്ന് പറയുന്നത് 6 ആയിരിക്കണം. യൂണിവേഴ്സിറ്റീസോ കോളേജസോ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ പഠിച്ചാണെങ്കിൽ നിങ്ങളുടെ ഒരു 55% മാർക്കാണ് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു കാൻഡിഡേറ്റ് അറ്റ് എ ടൈം ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് അവരുടെ ആ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫിറ്റ്നസ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടും വരും. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ റിസർവേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലെയിം കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫോർമാറ്റിൽ നിങ്ങൾ ക്ലെയിം ആ ഫോമാറ്റിൽ നിങ്ങളൊന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ആയിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി അപ്ലോഡഡ് ഓൺ അവർ വെബ്സൈറ്റ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഡീറ്റെയിൽസും കറക്റ്റ് ആണ്. ഡിപ്പെൻഡ് അപ്പോൺ യുവർ മെറിറ്റ് മാർക്ക് ലിസ്റ്റിന് അനുസരിച്ചിട്ടായിരിക്കും ഇവർ, അതായത് നിങ്ങൾ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത മെറിറ്റ് ഇതുണ്ടല്ലോ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കും ഇവർ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുക. സോ സെലക്ടഡ് സ്റ്റുഡൻസ് വിൽ ബി അപ്ലോഡഡ് ഓൺ യുവർ വെബ്സൈറ്റ് എന്ന് പറയുന്നുണ്ട്. സോ കാൻഡിഡേറ്റ്സിൻ്റെ നെയിം വെബ്സൈറ്റിലായിരിക്കും, നിങ്ങൾക്ക് മെയിലോ ആയിട്ടോ പേഴ്സണൽ ആയിട്ടോ ഒന്നും അയച്ചു തരില്ല. സോ കാൻഡിഡേറ്റ്സ് എപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് അപ്ഡേറ്റഡ് ആയി നോക്കിക്കൊണ്ടിരിക്കേണ്ടതായിരിക്കും. സോ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 19th June 2025 ആണ്. സോ ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആക്കരുത്. ഇഫ് യു ആർ വില്ലിംഗ് ടു അപ്ലൈ, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BRIC THS നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അപ്രന്റൈസ്ഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ട്രാൻസ്ലേഷൻ ഹെൽത്ത് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നൽകുന്നതും വിത്ത് സർട്ടിഫിക്കറ്റ് വിത്ത് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന 1 year പ്രോഗ്രാമാണ് ഈ ഒരു അപ്രന്റൈസ്ഷിപ്പ്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.